അങ്ങനെ ഒരു വേറെ കാസറ്റുണ്ട് മുക്കാപുല മണിയുടെ ശബ്ദം വന്നപ്പോൾ തന്നെ അതിന് വേറൊരു കളറായി. അപ്പം അത് കാരണം പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. മാനസിക സംഘർഷങ്ങളും എന്തൊക്കെയോ ദുരൂഹതകളും. ഹൃദയം തുറന്ന് സംസാരിക്കാം, ഒപ്പം ഇരുന്ന് സംസാരിക്കാം. ഒപ്പം തുടങ്ങുകയാണ് നമ്മൾ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മോഹൻ സിത്താര സർ. എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലായിട്ട് വളരെ ഒരടുപ്പം, അദ്ദേഹത്തിന് അറിയാത്തൊരടുപ്പമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിനോടാണ്, രാരി രാരിരം രാരോ. എന്തുകൊണ്ടാണ് ആ പാട്ട് എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അന്നും എനിക്കറിയില്ല, ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് കേൾക്കുന്ന കാലം തൊട്ട് എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ ഇപ്പോഴും അതെ, ഞാൻ അതുപോലെ സന്തോഷം വന്നാലും ഈ പാട്ട് ഞാൻ മൂളും. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. ചാപ്റ്റർ 4-ന്റെ ഒരു പുതിയ അധ്യായം ഒപ്പം എന്നുള്ള രീതിയിൽ തുടങ്ങുകയാണ്. നമ്മളൊരു ഹൃദയം തുറന്ന് എല്ലാവർക്കും സംസാരിക്കാനുള്ളൊരു വേദി എന്നുള്ള നിലയ്ക്ക്. ഞാനിപ്പോൾ അടുത്തിടെയുള്ള സാറിൻ്റെ അഭിമുഖങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, സാർ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രാരിരാര്യത്തിൻ്റെ പ്രൊജക്റ്റിലേക്ക് അതിലേക്ക് വരുന്നത്, പാട്ടിൻ്റെ ഇതിലേക്ക് വരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സിനിമയുടെ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോഴാണ് ആ ഒരു ഇന്നലെ സിനിമ, അതും അങ്ങനെ ഒരു വല്ലാത്ത ഇമോഷണൽ ഔട്ട്ബേസ്റ്റിലൂടെ എല്ലാ കഥാപാത്രങ്ങളും കടന്നു പോകുന്ന ഒരു സിനിമ. ഇമോഷനിലൂടെ ഇങ്ങനെ പോവാണ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് എന്തായിരുന്നു അതിൻ്റെ ഒരു ചലഞ്ച്? എന്തായിരുന്നു? നമുക്കങ്ങനെ ചലഞ്ചെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊരു ഫിലിം കാണുന്നു, അതിന് എവിടേക്കാണ് മ്യൂസിക് വേണ്ടത്, ഏതൊക്കെ അവസ്ഥയിലാണ് ആ മ്യൂസിക് കടന്നു പോകേണ്ടത്, അത് നമ്മൾ അറിയാണ്ട് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് എന്ന് പറയാം. പിന്നെ ശോഭനേനെ, ആ ക്യാരക്ടർ സുരേഷ് ഗോപി ഭാര്യയെ വിളിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നൊരു ഇതാണ്. പക്ഷേ സ്വന്തം ഭർത്താവാണ് തിരിച്ചറിയാണ്ട് അവൾ നിൽക്കുന്നത്. അവസാനം അപ്പോൾ അവനെ കാമുകനെ ഏൽപ്പിച്ചിട്ട് സുരേഷ് ഗോപി പോകുന്നൊരവസ്ഥയുണ്ട്. അത് പത്മരാജൻ സാറ് ഉദ്ദേശിച്ച പോലെ ഫീല് വന്നില്ല ഷോട്ടിൽ. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു, മോഹൻ, ഇത് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ഈ സീൻ എടുക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നു കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ഒരു പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അതിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് എഡിറ്റിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഭക്ഷണം അരിച്ചോറ് മാത്രം കഴിക്കുന്നൊരു ഫീലായിരിക്കും. അതിൽ കൂടെ ചോറിൻ്റെ കൂടെ കറികളും ഒഴിച്ച് കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പം പത്മരാജൻ സാർ ഇത് പറഞ്ഞു പോയതിന് ശേഷം ഞാൻ ഒരു ഔസേപ്പച്ചൻ അത് വായിച്ചത്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ. അങ്ങനെ ഞാൻ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ മ്യൂസിക്കെല്ലാം കമ്പോസ് ചെയ്ത്, അതെന്തോ ഭാഗ്യം കൊണ്ട് ഈ നെഞ്ച് തുളച്ച് കയറി പോകുന്നൊരു ഫീലായിരുന്നു, ഒരു വയലിൻ സോളോ. അത് കഴിഞ്ഞ് റെക്കോർഡിങ് കഴിഞ്ഞ് പത്മനാഭൻ സാറും അപ്പം നമ്മുടെ ഭാരതേട്ടനുണ്ട്, അവർ രണ്ടുപേരും കൂടെ വന്ന് കെട്ടിപ്പിടിച്ച് രക്ഷപ്പെടുത്തി എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഈ സാറിനെ കാണാൻ വരുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ ആ രംഗം എടുത്ത് കണ്ടു. അപ്പം ഞാൻ ആലോചിക്കുക, എത്ര ഭാവങ്ങളാണ് കടന്നു പോയത് എന്നുള്ളത് അല്ലേ? അതെ അതെ അതെ. അതിൻ്റെ ടൈറ്റിൽ തന്നെ നമ്മൾ ഒരു മാനസിക സംഘർഷങ്ങളും എന്തൊക്കെയോ ഒരു ദുരൂഹതകളും അങ്ങനത്തെ ഒരു മ്യൂസിക് അതിൻ്റെ ടൈറ്റിൽ തന്നെ ഞാൻ കൊടുത്തത്. ആദ്യമായിട്ട് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അയിരൂർ സദാശിവൻ എന്ന് പറഞ്ഞൊരു ഗായകനാണ്. അദ്ദേഹം ഒരു പടം ചെയ്തിരുന്നു. അദ്ദേഹത്തിനാണ് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വയൽ വായിക്കുന്ന ആളാണ്. അവനാണ് അയിരൂർ സദാശിവൻ ചേട്ടനെ പരിചയപ്പെടുത്തുകയും അങ്ങനെ ഞാൻ പടത്തിൽ മ്യൂസിക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് പല മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പോൾ ശ്യാം സാർ വരുമ്പോൾ ഞാനായിരിക്കും അസിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ് മാഷ്, MG രാധാകൃഷ്ണേട്ടൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, അങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അവരിൽ നിന്നൊക്കെ കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ പിന്നെ മ്യൂസിക് ഡയറക്ടർ ആവുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ശ്യാം സാറെ വെല്ലാൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശ്യാം സാറെ വെല്ലാൻ ഒരാള്, ശ്യാം സാറിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര വെല്ലാൻ ഒരാൾ ഇപ്പോഴും. അതിനുശേഷം പിന്നെ രാരിരാര്യത്തിൽ എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു? ONV പോലെ ഒരാള്
ആണ് എഴുതുന്നത്? അത് എഴുതിയ ശേഷമാണ് അതില് എഴുതിയ ശേഷമാണ് മ്യൂസിക് ചെയ്യുന്നത്. അത് ട്യൂണിട്ടതിന് ശേഷമാണ്. അതാണ് ONV സാറിൻ്റെ ഒരു കഴിവ്. വല്ലാത്ത വരികൾ. അതെ അതെ അതെ. അത് ട്യൂണൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ പുതിയ ആളാണല്ലോ നവോദയയിൽ, ഞാൻ പുതിയ ആളായിരുന്നു. അപ്പോൾ ഒരു അറിയപ്പെടുന്ന ഒരാൾ കൂടെ വേണം, നല്ലൊരു ആൾ കൂടെ ആളിനെ കൊണ്ട് എഴുതിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ONV സാറിനെ വിളിക്കുന്നതും. ONV സാറും ഞാനും കൂടി ഇരുന്ന് ട്യൂണൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അദ്ദേഹം അത് കറക്റ്റായിട്ട് എഴുതി. ആ വരികൾ കൊണ്ടാണ് ആ പാട്ട് കയറി ഹിറ്റായത്. എന്താ പറയുക, മനസ്സിനകത്ത് ഇങ്ങനെ ഇഴുകിച്ചേർന്ന വരികളാണ്. ഒരു അമ്മ മകനെ അല്ല മകളെ താലോലിക്കുന്നതും ഓർക്കുന്നതും എല്ലാം ഭയങ്കര മൂഡാണ് അത് ലിറിക്സ്. ആ സിനിമയുടെ മൊത്തം കഥ ആ ലിറിക്സിലുണ്ട് അല്ലേ? എന്നോമൽ കുഞ്ഞിന്നാരെ കൂട്ടായി വന്നു എന്ന് ചോദിക്കുമ്പോൾ ആരോ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്നതിന്റെ പ്രതീക്ഷയാണല്ലോ. അതെ 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 അതെ. അത് മൊത്തം ആ ഒറ്റ വരിയിൽ സാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ചില സിനിമയിൽ ഈ ലിറിക്സ് എഴുതുന്ന ആളുകൾ അതിലേക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ ലയിപ്പിക്കും ഇങ്ങനത്തെ വാക്കുകളൊക്കെ വെച്ചിട്ട്. സാധാരണ ആരും അങ്ങനെ ചിന്തിക്കാറില്ല. ആ പടത്തിൽ അത്രയും ആപ്റ്റാണ് ആ ലിറിക്ക് തന്നെ വന്നത്. കാരണം ഇവർ ആരെയോ പ്രതീക്ഷിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്, ശബ്ദം മാത്രം കേൾക്കുന്നുള്ളൂ, അതാരും നേരിട്ട് കണ്ടിട്ടില്ല. ഫോൺ കോളിനെ പ്രതീക്ഷിച്ചാണ് രണ്ടുപേരുടെയും അമ്മയുടെയും മകളുടെയും ജീവിതം പോകുന്നത്. അതുണ്ട് എന്നോമൽ കുഞ്ഞിനാരെ കൂട്ടായി വന്നു എന്നുള്ള ഒറ്റ വരിയിൽ സാറെ കഥ മുഴുവൻ അങ്ങ് പറഞ്ഞു കളഞ്ഞു. അതെ അതെ. അതുപോലെ ONVയുടെ കൂടെ ഉള്ള വേറൊരു ഇതായിരുന്നു അല്ലേ നേർമിഴി പീലിയിൽ. അതും ഇതുപോലെ ലെനിൻ രാജേന്ദ്രന്റെ കൂടെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ലെനിൻ ചേട്ടൻ്റെ കൂടെ ചെയ്തത് ദൈവത്തിൻ്റെ വികൃതികൾ, വചനം, പിന്നെ ഏതൊക്കെ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, പടത്തിൻ്റെ പേരുകളൊന്നും ഓർമ്മയില്ല. എല്ലാം നല്ല പാട്ടുകളായിരുന്നു. ഇപ്പോൾ വചനത്തിലെ നിർമ്മിഴി പീലിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ വികൃതികൾ, പിന്നെ എന്താ പറയുക, മലയാളി ആ പാട്ട് ഒരിക്കലും അതെ 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 ഏത് ജനറേഷനും കണക്ട് ചെയ്യും. കവിതയല്ല ഒരു അതുള്ള കവിതയുള്ളത്. ഇരുളിൻ മഹാനിദ്രയിൽ. അത് ദൈവത്തിൻ്റെ പത്തിൽ. അതെ. അതുപോലെ നമ്മുടെ ഈ പറഞ്ഞില്ല അത് നീർമഴിപ്പീലിയിൽ, അത് ONV സാറും ലെനിൻ ചേട്ടനും ഇരുന്ന് കമ്പോസിങ് ടൈമിൽ നമ്മുടെ ONV സാറ് ലിറിക്സ് എഴുതി കൊണ്ടുവന്നു. ലെനിൻ ചേട്ടൻ അതിൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഇത് വായിച്ചു നോക്കി. അപ്പോൾ ONV സാറിൻ്റെ മനസ്സിലുള്ള എന്താ പറയുക പാറ്റേണും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് അതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം മനസ്സിനകത്ത് വിചാരിച്ചിട്ട് ഞാൻ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് എൻ്റെ കൂടെ തബല വായിക്കാനും ഗിറ്റാർ വായിക്കാനും 2 ആളുകളാവും. അപ്പോൾ അവരോട് നട വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ നോക്കുമ്പോൾ ഈ 2/4 ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അവരോട് നട വായിക്കാൻ പറഞ്ഞു. ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ട്യൂണായിരുന്നത്. അതെങ്ങനെയോ വന്നൊരു ട്യൂണാണ്. പിന്നെ ആ 4 വരി കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ എന്താ പറയുക, ചില പാട്ടുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന സാധനം അത് സൂപ്പർ ഹിറ്റാവും ചെയ്യും. ചിലത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ പുറത്തോട്ട് വരത്തുമില്ല, പക്ഷെ നന്നായിരിക്കും. ONV സാറിൻ്റെ കൂടെയുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? സാറ് എന്താ സാറ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഭയങ്കര വാത്സല്യത്തോടെയാണ് സാറ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻറ്റിമസിയാണ്. പുള്ളിയോട് സംസാരിക്കുമ്പോഴും സ്വന്തം ചേട്ടനെ പോലെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് തോളിലൊക്കെ തട്ടി തോളിലൊക്കെ കൈയിട്ടിട്ടൊക്കെയാണ് ഇന്ന് സംസാരിക്കുക. അതുപോലെ പുള്ളി ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ട്യൂണുകളിടും. ചിലപ്പോൾ നമ്മളൊരു ലിറിക്സിസ്റ്റ് എഴുതുമ്പോൾ അയാളുടെ മനസ്സിനകത്തൊരു ട്യൂണുണ്ടാവും. അപ്പോൾ അതിനോട് യോജിച്ച ട്യൂണായിരിക്കും ഞാനും ചെയ്യുക. അപ്പോൾ അത് കാരണം പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോകുന്നൊരു അവസ്ഥയായിരുന്നു. പിന്നീട് ഈ ഇരുളിൻ മഹാനിദ്രയിൽ ചെയ്തപ്പോൾ അതൊരു കവിതയാണല്ലോ. ആ കവിത അത് കവിയെ കൊണ്ട് തന്നെയാണ് പാടിക്കുന്നത്. അതെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്? നമ്മളൊരു കവിത ട്യൂൺ ചെയ്യുമ്പോൾ ഒരു സിനിമ പാട്ട് പോലെ ആവാൻ പാടില്ല, അത് വേറിട്ട് നിൽക്കണം. ഇപ്പം നമ്മൾ സ്ഥിരം കേൾക്കുന്ന ജയേട്ടൻ, നമ്മുടെ ദാസാറ്, ചിത്ര, അവരൊക്കെ പാടുമ്പോൾ അത് സിനിമ പാട്ടാണെന്ന് തോന്നും. അതേ സ്ഥാനത്ത് ഒരു കവി പാടുമ്പോൾ
അതിൻ്റെ പ്രൊനൗൺസിയേഷനും അവരുടെ സ്റ്റൈലുണ്ടല്ലോ, ഓരോ വാക്കുകൾക്ക് കൊടുക്കേണ്ടത് അത് അവർ കറക്റ്റായിട്ട് പാടും. അതുകൊണ്ടാണ് മധുസൂദൻ സാറിനെ നമ്മൾ കൊണ്ട് പാടിപ്പിച്ചത്. അത് പുള്ളി സാധാരണ പെട്ടെന്ന് പാടണമാണല്ലോ. ഇപ്പം അത് പറഞ്ഞെടുക്കുമ്പോൾ പുള്ളിക്ക് അത് ഗ്രഹിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ എന്നാലും പുള്ളി അതിമനോഹരമായി നല്ല ഫീലോട് കൂടി അത് പാടിയത്. സാർ, ചില വരികൾക്ക് മാത്രമായിട്ട് ഫീല് മ്യൂസിക് വരുന്ന പോലെ തോന്നാറുണ്ട്. ഇപ്പം ഈ നെടുമിഴി പീലിയിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിൻ്റെ ഉൾപ്പൂവിൻ തുടുപ്പുകൾ അറിയുന്നു. അവിടെ ഉള്ളൊരു ഫീല് എന്ന് പറയുന്ന ഭാവം ഇങ്ങനെ മാറി ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ ഇരുളിൻ മഹാനിദ്രയിലും നമുക്ക് തോന്നിയ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ, അവിടെ സാറ് വേറൊരു ഫീലിലേക്ക് കൊണ്ടുവരും. അതെന്താണെന്ന് അറിയാം, നമുക്ക് ലിറിക്സ് കിട്ടിയ നമ്മൾ അറിയാണ്ട് വരുന്നതാണത്. ആ മ്യൂസിക്, ആ ട്യൂൺ ഇങ്ങനെ അറിയാണ്ട് ആ ലിറിക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അടരുവാൻ വയ്യ, അത് അടരുവാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഫീല് പോകും. അത് വളരെ എന്താ പറയുക, അത്രയും അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച പോലെ ഫീൽ ചെയ്യണം. അത് അടർത്തി മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ വരണം. അതുപോലെ നമ്മൾ ലിറിക്കൊക്കെ എഴുതുമ്പോൾ അരികേ അരികേ അങ്ങനെ ട്യൂൺ ചെയ്യേണ്ടി വരും. ഇപ്പോൾ അരികേ അങ്ങനെ ട്യൂൺ ചെയ്യാൻ പാടില്ല. അത് അകലേ അങ്ങനെ ട്യൂൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ വാക്കുകൾ അനുസരിച്ചിട്ട് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. അത് നമ്മുടെ ഇങ്ങനെ ഉണ്ടാക്കണം വിചാരിച്ച് ചെയ്യണതല്ല, അതറിയാണ്ട് അങ്ങനെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ്. ഈ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏത് സ്വർഗം വിളിച്ചാലും അത്രയും ഇതായിട്ടൊരു പ്രണയത്തെ പറയുകയും ഫീൽ ചെയ്യിക്കുകയും ചെയ്തിട്ടില്ല. അത് ഭയങ്കരമാണ്. പ്രണയം എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് എത്ര ആഗ്രഹിച്ചാലും സാഹചര്യം കൊണ്ട് വിട്ടു പോരാൻ പറ്റില്ല. അതെ അതെ. ഒരു മനുഷ്യൻ സ്വയം എന്താ പറയുക, സ്വയം ഒരു കുറ്റിയിൽ കെട്ടി മഴയത്ത് നിൽക്കുന്നതാണ് പ്രണയം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാന്തം പോലെയാണ്. അവിടെ നിന്ന് മഴ കൊള്ളും, എവിടേക്കും പോവില്ല. അതുപോലെയാണല്ലോ പ്രണയം. അത് ഞാൻ ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു ഇതാണ് ഈ പറഞ്ഞ വരികളും അതെ, അതിന്റെ ഫീലില് സാർ അത് മ്യൂസിക് ചെയ്തത്. കവിത സാർ പറഞ്ഞ പോലെ കവിത മ്യൂസിക് ആണോ പ്രയാസം? രണ്ടും എനിക്ക് ഒരേപോലെ തന്നെ. ഒരു എന്താ പറയുക, നമ്മൾ ഒരു പാട്ടുണ്ടാക്കുന്നത് ഒരു പടത്തിൻ്റെ സിറ്റുവേഷനാണ്. അത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ഒരു സിറ്റുവേഷൻ എന്താണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ അതാണ് ശരി മ്യൂസിക് ഡയറക്ടറുടെ എന്താ പറയുക, മ്യൂസിക് ഡയറക്ടർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഡയറക്ടർ ഒരു അടിപൊളി പാട്ടാണ്, അത് പിന്നെ ജർമ്മനിലെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എടുക്കേണ്ടതാണ്. അത് നമ്മുടെ സാധാരണ ഇതിൽ ചെയ്ത ശരിയാവില്ല. അത് കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്, ആരും കൂടെ അങ്ങനത്തെ അതൊരു രക്ഷയില്ല. അടിപൊളി പാട്ടുകളെ രാക്ഷസി, ഇവിടെ രാരിരാരം ചെയ്തിട്ട് ഉണ്ണി വാവാവോ ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് രാക്ഷസി എന്നാണ്. അതുപോലെ കുറെ പാട്ടില്ലേ അങ്ങനത്തെ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുക, ഗാനമേളക്കാരെ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കുന്ന പാട്ട് അമ്മയ്ക്ക് ഒരു പൊന്നുകൂടം. ഉത്സവമേളത്തിലെ ആ പാട്ട് അത്രയും ഫാസ്റ്റ് ആണ് അല്ലേ? അങ്ങനത്തെ പാട്ടുകൾ എങ്ങനെയാ ചെയ്യുന്നത്? അതെനിക്കറിയില്ല കേട്ടാ. ആ സമയത്ത് എന്തോ തോന്നുന്നു അത് ചെയ്യുന്നു, പിന്നെ അത് മറക്കുന്നു. കാരണം നമ്മളിൽ ഫുള്ളൊരു ന്യൂജൻ കൊണ്ടുവന്ന സിനിമയാണല്ലോ. ന്യൂ ജനറേഷൻ എന്നുള്ള അന്നത്തെ കാലത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് എങ്ങനെയാ സംവിധായകൻ എന്താ അത് ഉണ്ടാവാനുള്ള ഒരു കാരണം, ഞാൻ നമ്മുടെ വിനയേട്ടൻ്റെ ഒരു പടം, പൃഥ്വിരാജാണ് അതിനകത്ത് അഭിനയിച്ചുള്ള പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഇവിടെ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ് ഇതെല്ലാം ചെയ്യാറ്. അപ്പോൾ യേശുദാസ് സാറ് പാടിയൊരു പാട്ട് മിക്സിങ് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ടേപ്പ് റെക്കോർഡിൽ ഇട്ട് ചെക്ക് ചെയ്യും. കാരണം വോയിസിൻ്റെ ലെവൽ കറക്റ്റാണോ, ഓർക്കസ്ട്ര കൂടി നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓർക്കസ്ട്ര കുറഞ്ഞ് നിൽക്കുന്നുണ്ടോ, പാട്ടിൻ്റെ ലിറിക്ക് ഏതെങ്കിലും കേൾക്കാണ്ട് വരികൾ ഏതായാലും കേൾക്കാതിരിക്കുന്നുണ്ടോ ഒക്കെ ചെക്ക് ചെയ്യും. ആരുമില്ല, അത് കണ്ണടച്ചിട്ട് നമുക്ക് കേട്ടിട്ട് ചെക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് എൻ്റെ രണ്ട് മക്കളും 2-3 വേറെ പിള്ളേർ കൂടെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ടക്ക് എന്ന് പറഞ്ഞ് ഓഫ് ചെയ്യുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ഒരു വേറെ കാസറ്റ് മുക്കാല ഇത് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇനി ചുവട് മാറ്റിയില്ലെങ്കിൽ
പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ കമൽ വിളിക്കുന്നത്. കമൽ വിളിച്ച സിനിമയുടെ പേര് നമ്മളോ അങ്ങനെ എന്തൊരു പടം, അങ്ങനെ ഒരു ന്യൂജൻ സബ്ജക്റ്റാണ്, നമുക്ക് അടിപൊളി പാട്ടുകളൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. സുഖമാണി നിലാവ് അത് കമൽ എന്നോട് പറഞ്ഞു നമ്മളൊരു ഒരു ന്യൂജൻ ഇതാണല്ലോ, അപ്പോൾ ടോട്ടൽ ഡിഫറെൻറ്റ് ഒരു മ്യൂസിക് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ സുഖമാണി നീല കുറച്ച് വെസ്റ്റേൺ ഫീലോട് കൂടെ അത് ചെയ്തത്. അപ്പോൾ അത് സാധാരണ ആളുകൾ പാടുകയാണെങ്കിൽ സാധാരണ പാട്ടായി മാറും. അതിന് പ്രൊനൗൺസിയേഷൻ, എക്സ്പ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ സാധാരണ ആളുകൾക്ക് പാടിയാൽ ശരിയാവില്ല. നന്നായിരിക്കും, പക്ഷേ അതിന് ഒരു എന്താ പറയുക, ഒരു സപ്രഷൻ കിട്ടില്ല. അങ്ങനെയാണ് ജോത്സന ഇവരൊക്കെ എനിക്ക് കോറസ് പാടാൻ വന്നിരുന്നതാണ്. ജോത്സന ഒരു കുറേ ആളുകൾ, പിന്നെന്താ വിധു ഇല്ല, അങ്ങനെ കുറേ ആളുകൾ. അപ്പോൾ പിന്നെ ഈ നമ്മൾ പാടിക്കുന്ന സമയത്ത്, ഗ്രൂപ്പ് പാടിക്കുന്ന സമയത്ത് മൈക്ക് സെൻറ്ററിൽ വെച്ചിട്ട് ഓരോരുത്തരെ കൊണ്ട് പാടിപ്പിക്കും. അപ്പോൾ ഞാൻ കണ്ണടച്ചിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക ഒരു ചെറിയൊരു ബിറ്റാണ്, അത് നല്ല സ്റ്റൈലിൽ പാടണം, വല്ല വിബറിൻ്റെ കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലൊക്കെ വെച്ചിട്ട് നല്ല എക്സ്പ്രഷനോട് കൂടെ പാടണം. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാണ് ഈ കൊച്ച് ജോത്സന. അങ്ങനെയാണ് ഞാൻ അവളെ കൊണ്ട് ഈ എന്താ പറയുക സുഖമാണി നിലാവ് പാടിയത്. ആദ്യം പാടി, പക്ഷേ അത് നന്നായിരുന്നു. പക്ഷെ പിന്നീട് ഇട്ട് കേട്ടപ്പോൾ കുറച്ച് ദിവസം ഇട്ട് കഴിഞ്ഞ് കേട്ടപ്പോൾ കുറച്ചും കൂടി നന്നാക്കുമായിരുന്നു തോന്നി. അങ്ങനെ അവളെ കൊണ്ട് ഒന്നും കൂടെ നന്നാക്കി പാടി. പിന്നെ അതിന് ശേഷം വിധു പ്രതാപിനെ കൊണ്ടും പാടിച്ചു. അവർ രണ്ടുപേരും അസലായി പാടി. ആ പാട്ടിന് എന്തോ അവാർഡ് കിട്ടി തോന്നുന്നുണ്ട്, അങ്ങനെ എന്തോ കിട്ടിയത്. സാറ് അങ്ങനെ ഈ ഗായകരെ സെലക്ട് ചെയ്തപ്പോൾ ആലോചിച്ചപ്പോഴേ കുറേ ആളുകളെ, ഇപ്പോൾ ജോത്സ്ന, വിധു, അഫ്സൽ, സുദീപ്, പിന്നെ ആണെങ്കിൽ മധു ബാലകൃഷ്ണൻ പാടുന്ന കണ്ടു, കലാഭവൻ മണി, അങ്ങനെ പല പല ആളുകളെ സാറ് പാട്ടിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അതിനെന്തായിരുന്നു കാരണം? നമ്മളൊരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ഇന്ന ശബ്ദം അതിനകത്ത് വന്നാൽ ഭയങ്കര ചേഞ്ച് ആയിരിക്കും നമ്മുടെ മനസ്സിനകത്ത് തോന്നും. അപ്പം അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പം പലരും ഫോൺ ചെയ്യുന്ന സമയത്താണ് ഞാൻ അവരുടെ ശബ്ദം ശ്രദ്ധിക്കും. അപ്പോൾ ഒരു പ്രത്യേക ശബ്ദമാണെന്ന് വെച്ചാൽ പിന്നെ അവരെ വിളിച്ച് അവരുടെ ചുമ്മാ പാടിയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറയും, അല്ലെങ്കിൽ ഒരു ഒന്ന് പാടി നോക്കാൻ പറയും. അങ്ങനെയാണ് ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കലാഭവമണിയെ തന്നെ വാസന്തി ലക്ഷ്മിയിലും കാട്ടിലെ മാനിൻ്റെ തോല് കൊണ്ടുണ്ടാക്കി മാറാറ് പണ്ടൊരു ചെണ്ട ആ പാട്ട് കമ്പോസിങ് കഴിഞ്ഞു, റെക്കോർഡിങ് കഴിഞ്ഞു, ട്രാക്ക് പാടി വെച്ചു. അങ്ങനെ അപ്പോൾ വിനയേട്ടന് എന്തോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടാ മണി നന്നായി പാടും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അവൻ്റെ പാട്ട് ഞാൻ അയച്ചു തരാം, നീ ഇത് കേട്ട് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ വിനയേട്ടൻ എനിക്കൊരു ഏതൊരു നാടൻ പാട്ട് അയച്ചെന്ന്, അത് കൊള്ളാമല്ലോ. അങ്ങനെയാണ് പിന്നെ മണിയെ കൊണ്ട് ആ പാട്ട് പാടിപ്പിക്കുന്നത്. മണി അത് സ്റ്റൈലായി പാടി. മണിയുടെ ശബ്ദം വന്നപ്പോൾ തന്നെ അതിന് വേറൊരു കളറായി. അതുപോലെ കൈകൊട്ട് പെണ്ണത്, അത് സാധാരണ ആളുകൾ പാടി അത്ര ഫീൽ ചെയ്യില്ല. അത് മണിയുടെ ശബ്ദം വന്നപ്പോഴാണ് അതിനൊരു സുഖം കിട്ടിയത്. കൈകൊട്ട് പെണ്ണുള്ള മ്യൂസിക്കും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അത് കൊടുങ്ങല്ലൂരും ഭരണിക്ക് ഞാൻ പണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ തന്നാരോ എന്നൊക്കെ പറഞ്ഞതാണ്. അതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റി ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്കൊന്ന് കലാഭവമണിയുടെ അല്ലാത്തൊരു സിനിമയിൽ പരീക്ഷിച്ച കാഴ്ചയിലാണ് അല്ലേ? കാഴ്ചയിൽ അത് കായലിലെ അത് ആക്ച്വലി മനോജ് കെ ജയൻ്റെ പോർഷൻ കലാഭവമണി അഭിനയിക്കേണ്ടതായിരുന്നു. അപ്പം അത് കാരണമാണ് മണിയെ കൊണ്ട് അത് പാടിപ്പിച്ചത്. പിന്നെ എന്തോ സാഹചര്യത്തിൽ പിന്നെ മണി ഇല്ലാതെ പിന്നെ മനോജ് അത് അഭിനയിച്ചത്. അങ്ങനെയാണ് കുട്ടനാടൻ കായലിലെ അല്ലേ, അതിൽ മധു തോന്നുന്നു, മധു ബാലകൃഷ്ണനെ പാടി. മധു ബാലകൃഷ്ണനും മണിയും കൂടി അത് പാടിയത്, പിന്നെ ഗ്രൂപ്പ് കൂടെ. മധു ബാലകൃഷ്ണനെ വേറെ ഏതെങ്കിലും പാട്ടിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? മധു ബാലകൃഷ്ണൻ നമ്മൾ ആദ്യമായിട്ട് പാടുന്നത് കമലിൻ്റെ ഏതാ പടം, കമലിൻ്റെ ഒരു പടമാണ് മലർക്കിളിയുടെ ഒരിക്കലും അങ്ങനെ തോന്നുന്നുണ്ട്. പടത്തിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. അതാണ് മധു ആദ്യമായിട്ട് പാടുന്നത്. പിന്നെ എൻ്റെ ചേട്ടൻ്റെ മോനും
സുനിൽ എന്ന് പറഞ്ഞ എൻ്റെ ചേട്ടൻ്റെ മോനും പാടി. സുനിൽ ചേട്ടൻ്റെ മോനാണ്, പേര് കണ്ടിരുന്നു. അതിൽ തന്നെയാണ് കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞുകുളി അത് അതിൽ തന്നെ തോന്നണം. അത് പുഷ്പാവതി, പിന്നെ എൻ്റെ ചേട്ടൻ്റെ മോൻ അതിനകത്ത് പാടില്ല. ഓക്കെ. പിന്നെ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ബ്ലസ്സിയുടെ സിനിമകളിൽ ഉള്ള പാട്ടുകളാണ്. ഇപ്പം തന്മാത്ര ഈ പറഞ്ഞ പോലെ വേറൊരു ലോകത്തേക്ക് തന്നെ പോയി പോകുന്ന ഒരു കഥാപാത്രമാണല്ലോ മോഹൻലാലിൻ്റെ. എനിക്ക് ആ സിനിമ കാണാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ. ഒറ്റ തവണ കണ്ടു, പിന്നെ രണ്ടാമതൊന്നും കാണാൻ ധൈര്യമില്ല എനിക്ക് ആ സിനിമ. കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ എൻ്റർലി വേറൊരാളായി പോവുക എന്ന് പറയണത്. അതിൽ മോഹൻലാലും ഒരേ പാട്ട് മോഹൻലാലും പാടിയിട്ടുണ്ട്. അതെ അതെ അതെ. അതെങ്ങനെയായിരുന്നു അങ്ങനെ? ഇതളൂർന്നു വീണപ്പന ആ പാട്ട് ജയേട്ടനും പാടിയിട്ടുണ്ട്. ജയേട്ടൻ പാടിക്കഴിഞ്ഞതിന് ശേഷം ബ്ലസ് പറഞ്ഞു, മോഹൻ നമുക്ക് പിന്നെ ലാലിനെ കൊണ്ടൊന്ന് പാടിച്ച് നോക്കാം. കാരണം പുള്ളി ഇതിനെ സ്റ്റേജിൽ നിന്നിട്ട് പുള്ളിയുടെ മൈൻഡ് എല്ലാം മറന്നു പോകുന്നൊരവസ്ഥയിൽ അതെ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം പാടിയത് കറക്റ്റായിരിക്കും, ഭയങ്കര ഫീലായിരിക്കും പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ മോഹൻലാലിനെ കൊണ്ട് പാടിച്ചത്. മോഹൻലാൽ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ നന്നായി പാടിയിട്ടുണ്ട്. പക്ഷേ ആ വിഷ്വൽ കൂടെ അല്ലെങ്കിൽ ആ സീൻ കൂടെ വന്നപ്പോൾ ഭയങ്കര ഫീലാണ്. ആ പുള്ളിയുടെ ശബ്ദമായതുകൊണ്ടാണ് അത്രയും നമുക്ക് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല, നമുക്ക് ആ സീനിൽ മോഹൻലാൽ അത് പാടുമ്പോഴാണ് നമ്മളാകെ പതറിപ്പോവുക. കാരണം വളരെ കോൺഫിഡൻസോടുകൂടി വന്ന് അത് പാടി തുടങ്ങുമ്പോഴാണ് മെമ്മറി ലോസിലേക്ക് പോയി എന്ന് ആ കഥാപാത്രം തിരിച്ചറിയുന്നത്. അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അവിടെ. ആക്ച്വലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ണെന്നൊക്കെ വെള്ളം വന്നു. ഈ ക്ലൈമാക്സിലൊക്കെ ഉള്ളൊരു മഴയത്ത് ഇങ്ങനെ നോക്കുന്നത് അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്ത അവസരം. അപ്പോൾ അദ്ദേഹം മരിക്കുന്ന ഭയങ്കര ഫീൽ ചെയ്യും. ഈ ആ സമയത്ത് ഇത് ഷൂട്ടിങ് ടൈമിൽ ഞങ്ങൾ മോഹൻലാലായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ച് കളിയും ചിരിയെല്ലാം കഴിഞ്ഞപ്പോൾ അസിസ്റ്റൻ്റ് വന്നിട്ട് പറഞ്ഞു, സാറേ ടേക്കിന് സമയം ആയി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പോയി നേരെ അവിടെ ലൊക്കേഷൻ ഇവിടെ ഷൂട്ടിന് നിൽക്കുന്നു. ഈ ചിരിച്ചുകൊണ്ട് ഇരുന്നിരുന്ന ആൾ പെട്ടെന്ന് ഒരു മരിക്കണ ഒരു അവസ്ഥയിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു വന്നപ്പോൾ നമ്മൾ അന്തം വിട്ടുപോയി. സാധാരണ അങ്ങനെ ആർക്കും പറ്റില്ല. മൈൻഡൊക്കെ ഒന്ന് മാറിയിട്ടൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഇതേ മൂഡിൽ പോയിട്ട് അഭിനയിക്കുകയാണ്. അതെ അതെ, കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ അത് ഭയങ്കര ഫീലായിരുന്നു. അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സാറ് പറഞ്ഞപ്പോഴേ ഞാൻ ഓർക്കണതേ, അതിൻ്റെ ആ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിലേക്ക് വരുമ്പോൾ ഒരു മണി ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുന്നുണ്ട്. അതും അതിൻ്റെ ശബ്ദം കൂടെ കേൾപ്പിച്ചുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകുന്നത് അല്ലേ? കാരണം കഥാപാത്രത്തിന് ആകെ മെമ്മറിയിലുള്ളത് ഈ ഒരു സംഭവം മാത്രമാണ് അവസാന ഘട്ടത്തിൽ. വല്ലാത്ത ഫീലുള്ള. അതെ അതെ. പിന്നെ ബ്ലസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഭയങ്കര സെൻസാണ്. പുള്ളി ആ സബ്ജക്റ്റിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലും. ഒരു മൈന്യൂട്ട് സംഭവത്തിൽ പോലും അത് ഡെവലപ്പ് ചെയ്തിട്ട് പുള്ളി ഹാളിലേക്ക് എത്തിക്കും. ഭയങ്കര അത് മിക്ക ഡയറക്ടേഴ്സിനും അത് എനിക്കങ്ങനെ കണ്ടിട്ടില്ല. ഭ്രമരത്തിലും ഉണ്ടല്ലോ അങ്ങനെ. ഭ്രമരം ഭ്രമരക്കൊക്കെ ക്ലൈമാക്സ് ഭയങ്കര രസമായിരിക്കണം. എന്തൊരു മോഹൻലാലും പിന്നെ ഏതൊരു ക്യാരക്ടർ അവർ നമ്മൾ ഒരു അടി പിടി കൂടുമ്പോൾ ഒരു ബട്ടൺ കയ്യിലിങ്ങനെ കിട്ടും. അതും സാധാരണ ആരും ചെയ്യാറില്ല. ബട്ടൺ എടുത്തിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത്. പിന്നെ ഒരു പടത്തിലെ പാട്ട്, അതിൻ്റെ സിറ്റുവേഷൻ നമ്മൾ പാട്ട് കൊടുക്കുന്നു, പക്ഷെ അതിൻ്റെ വിഷ്വലാണ് അതിനെ ഭംഗിയാക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ആവറേജ് പാട്ടായിരിക്കും, പക്ഷേ അത് വിഷ്വൽ കൊണ്ട് അതിഗംഭീരമായിരിക്കും. അത് ഡയറക്ടറുടെ കഴിവാണ്. മനസ്സിലായി. ബ്ലസ്സൊക്കെയും ഭയങ്കര മിടുക്കനാണ്. ബ്ലസ്സിൻ്റെ എല്ലാ ഇപ്പോൾ കമലയിലും സിബി മലയിലും എല്ലാവരും സ്റ്റൈലായിട്ട് ചെയ്യും. കൈതപ്രം യൂസഫ് അലി കച്ചേരിയാണ് അല്ലേ? ഒരു കാലത്ത് ഈ 3 പേരുകളായിരുന്നു. അതെ അതെ അതെ. യൂസഫ് അലി കച്ചേരി ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. എന്നുവെച്ചാൽ എന്താണെന്ന് പറയുക, ഇപ്പോൾ കൈതപ്രം എന്താണ് മനസ്സിനകത്ത് വിചാരിക്കുന്നത്, ഏത് ഫീലാണ് മനസ്സിനകത്ത് വിചാരിക്കുന്നത്, അതെനിക്ക് കിട്ടും. ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൈതപ്പുറത്തിന് കിട്ടും. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാറ്. എന്താ പറയുക, ഒരു ഭാര്യ ഭർത്താവിൻ്റെ അവസ്ഥയായിരിക്കും. അതുപോലെ യൂസഫ് അലി സാർ, അതെ, പുള്ളി എന്താണോ മനസ്സിനകത്ത് വിചാരിക്കുന്നത് അതിന് എനിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ എന്താണോ ഇന്ന ടൈപ്പ് ഒരു എന്ന് വെച്ചാൽ പുള്ളി അത് പെട്ടെന്ന്
എന്താ പറയുക ഏറ്റുപിടിക്കും. ഇപ്പോൾ കൈക്കൊട്ടു പെണ്ണേ ആദ്യം ഞാൻ അങ്ങനെ ട്യൂൺ ചെയ്തേ. കൈക്കൊട്ടു പെണ്ണേ പുള്ളി പറഞ്ഞു മോനെ കൈക്കൊട്ടു പെണ്ണേ അങ്ങനെയൊക്കെയല്ലോ, അങ്ങനെയാണ് അങ്ങനെ ആക്കിയത്. പുള്ളിക്കും ഇത് മ്യൂസിക് അറിയാവുന്ന. അതെ 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 അതെ. പിന്നെ നമ്മുടെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലും ഒരു ജാടയില്ലാത്ത ആളുകളാണ്. ചില ആളുകൾ ഒരു 5-6 പടങ്ങളൊക്കെ കഴിയുമ്പോൾ അവർ വേറൊരു സ്റ്റൈലായിരിക്കും സംസാരം, പിന്നെ അങ്ങനെ വേറെ സംഭവമായിട്ട് അവർ തന്നെത്താൻ അതാകും. പക്ഷേ ഇവർ 2 പേരും എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും ഒരേപോലെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മുടെ യൂസഫ് സാറ് നമ്മളെ വിട്ടു പോയി എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ എന്നെ വല്ലാത്തൊരു ഇതിലേക്ക് കൊണ്ടെത്തിക്കും. ഞങ്ങൾ ഇന്നലെ പോലും ഞാൻ ഭയങ്കര വിങ്ങി. കാരണം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് കമ്പോസിന് പോണതും ഒരുമിച്ച് തമാശകളും കാര്യങ്ങളൊക്കെ വെക്കുന്നതും അങ്ങനെയൊക്കെ ഓർക്കുമ്പോഴേ ഭയങ്കര ഫീലായിരുന്നു. ഈ കൈതപ്രത്തിൻ്റെ പറയുമ്പോഴേ ഉണ്ണി വാവാവോ പാട്ടിൽ നമ്മൾ വരുമ്പോഴേ എന്നുണ്ണി കണ്ണനുറങ്ങാൻ ഭൂലോകം മുഴുവൻ ഉറങ്ങാൻ, എന്തൊരു വരിയല്ലേ. അതെ അതെ അതെ. അത് സാറ് മ്യൂസിക് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് എഴുതിയതാണ്. അത് കൈതപ്പുറത്തിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ അതിന് മ്യൂസിക്കാണ് ആദ്യം, ട്യൂണാണ് ആദ്യം ഇട്ടത്. അതിന് ശേഷമാണ് അത് കൈതപ്പുറം എഴുതിയത്. ഇവരുടെ ഗുണം എന്ന് പറഞ്ഞത് ട്യൂണിട്ട് എഴുതിയതെന്ന് തോന്നുന്നില്ല, ലിറിക്സ് വെച്ചിട്ട് ട്യൂൺ ചെയ്ത പോലെ ഫീൽ ചെയ്യും. അതാ ഞാൻ പറഞ്ഞേ, അങ്ങനെ ആർക്കും ചിന്തിക്കാൻ പറ്റുമോ? അതായത് കുട്ടി ഉറങ്ങണമെങ്കിൽ എല്ലാം നിശബ്ദമായാലേ കുട്ടി ഉറങ്ങുള്ളൂ അല്ലേ? പക്ഷെ അതിന് പറയുന്ന വേർഡാണ് എന്നുണ്ണി കണ്ണൻ ഉറങ്ങാൻ ഭൂലോകം മുഴുവൻ ഉറങ്ങാൻ എന്ന് പറയുന്നത്. വല്ലാത്ത ഒരു ഇതെല്ലാം ഒരു ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെ അറിയാട്ടൊക്കെ വന്നു പോകണം. പിന്നെ ആ പാട്ടിൻ്റെ ഒരു എനിക്ക് പ്രത്യേകത തോന്നിയത് എന്താ അറിയോ, ദാസേട്ടൻ പാടുമ്പോഴും ചിത്ര ചേച്ചി പാടുമ്പോഴും ഏതോ 2 പേരും പാടുമ്പോഴേ മെയിൽ വോയിസിലും ഫീമെയിൽ വോയിസിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, മെയിൽ വോയിസിൽ അത് പാടുമ്പോൾ കുറച്ച് എന്താ പറയാ, ഒരു പാത്തറ്റിക് ഫീൽഡാണ് അത് പാടിയിട്ടുള്ളത്, ഫാസ്റ്റ് അല്ല. നേരെ മറിച്ച് അപ്പം ഞാനിങ്ങനെ ഇത് ആദ്യം നമ്മൾ ഓഡിയോ ആണല്ലോ കേൾക്കുക റേഡിയോയിലൊക്കെ, അപ്പം എനിക്ക് അത്ര കൺവിൻസിങ് ആയില്ല. ഇത് എന്തിനാ ചിത്ര ചേച്ചിയുടെ പാട്ട് കുറച്ച് ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് സിനിമ കാണുമ്പോഴാണ് അതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാകുന്നത്. കാരണം ഇതൊരു ടീനേജറാണ് ഫീമെയിൽ വോയിസിൽ പാടുന്നത് അല്ലേ. മീനയുടെ കഥാപാത്രം ടീനേജിലാണ് ഇരിക്കുന്നത്. ആ കുട്ടിയുടെ ഭാവത്തുനിന്ന് പോകുമ്പോൾ ആ പാട്ടാണ് ആപ്റ്റ്, ആ ഫസ്റ്റ് ഇതിലാണ് ആപ്റ്റ്. അപ്പോഴെനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് അതങ്ങനെ ചിന്തിച്ചാണ്. അതെ 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 അതെ. 2 ടൈപ്പ് അതിൻ്റെ വിഷ്വൽ അങ്ങനെയാണ് വരുന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് റെക്കോർഡിങ്ങിലും അങ്ങനെ റെക്കോർഡിങ് മദ്രാസിലായിരുന്നു, AVMCയിലായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്. അപ്പോൾ ഉണ്ണി വാവോ ട്രാക്ക് പാടിക്കൊണ്ട് റെക്കോർഡിങ് ടൈമിൽ ഒരാൾ ട്രാക്ക് പാടുന്നുണ്ട്. പിന്നെ വയലിൻസ്, ചെല്ലോ, വിയോളോ, തബല, ഫ്ലൂട്ട്, മറ്റു മറിച്ച് പല പല ബൂത്തുകൾ ഇരുന്നിട്ട് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൺസോൾ റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് ടേക്ക് പോവാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. നമ്മൾ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നന്നായി വരുന്ന സമയത്ത് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. കട്ട് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. എന്താ അപ്പോൾ ഒന്നും മിണ്ടണില്ല, ആരും മിണ്ടണില്ല. വീണ്ടും ശരി റെക്കോർഡിങ്, പിന്നെ വീണ്ടും ടേക്കിലേക്ക് പോയി. അപ്പോൾ വീണ്ടും ഇങ്ങനെ പോകുന്നു. അങ്ങനെ അത് കട്ട് പറഞ്ഞ് ഞാൻ നോക്കും, അതിനകത്തേക്ക് ബൂത്തിലേക്ക് പല ബൂത്തിലേക്കും നോക്കിയപ്പോൾ ഒരാൾ അടിച്ച് ഫിറ്റായിട്ട് ടാമ്പരിനുണ്ട്, അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, പെട്ടെന്ന് എനിക്ക് പോയി. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ വരുമ്പോൾ ഇയാൾ ഇങ്ങനെ. അപ്പോൾ ഞാൻ അയാളോട് എന്താ പറഞ്ഞാൽ സോറി എന്ന് പറഞ്ഞിട്ട് അയാളെ പുറത്താക്കി. നമ്മുടെ ഇൻചാർജ് ഉണ്ട്, അയാളോട് പറഞ്ഞ് പുറത്താക്കി. അതിന് ശേഷമാണ് നമ്മളത് റെക്കോർഡിങ് ചെയ്തത്. ആദ്യത്തെ സിനിമ 1 മുതൽ 0 വരെ എന്ന സിനിമയുടെ റെക്കോർഡിങ് മദ്രാസിൽ ആയിരുന്നു, പ്രസാദ് സ്റ്റുഡിയോയിലായിരുന്നു. അവിടെ റെക്കോർഡിങ് ടൈമിൽ എന്നെ ഗുണസിംഗ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ, പടയോട്ടത്തിൻ്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹമായിരുന്നു എന്നെ അസിസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അന്ന് 23 വയസ്സ് അങ്ങോട്ട് ഉള്ളൂ എനിക്ക്, കൊച്ചു കുട്ടിയാണല്ലോ. അവിടെ സ്റ്റുഡിയോ ചെല്ലുന്നു, ഞാൻ സ്കോർ കംപ്ലീറ്റ് എഴുതി, വെസ്റ്റേണിൽ കംപ്ലീറ്റ് സ്കോർ എഴുതി. അപ്പോൾ ആദ്യം തന്നെ മൈൻഡ് ചെയ്തിട്ട്
പുള്ളി വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ അവിടുത്തെ എന്താ പറയുക, ഉഗ്രൻ ഫ്ലൂട്ടിസ്റ്റാണ്. മദ്രാസിലെ ഏറ്റവും നല്ല ഫ്ലൂട്ടിസ്റ്റായിരുന്നു അദ്ദേഹം. അതുപോലെ എല്ലാ മ്യൂസീഷ്യൻസൊക്കെ വലിയ വലിയ ആളുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കുട്ടിയപ്പോൾ പിന്നെ അധികം മൈൻഡ് ചെയ്തില്ല. പിന്നെ സ്കോറും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്താ പറയുക അസലായിട്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ നോട്ട്സൊക്കെ കൊടുത്ത് നമ്മൾ റെക്കോർഡിങ് എല്ലാം റെക്കോർഡിങ് ടൈമിൽ ഞാൻ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കും. കാരണം നമ്മൾ അതിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്യണം, മൈക്കിൻ്റെ EQ കറക്റ്റ് ചെയ്യണം, അതുപോലെ ടോൺസ് എല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പം ആദ്യം തബലയും പെർക്കഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്ലൂട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വയലിൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പോൾ ഓരോരുത്തരും 24 വയലിനായിരുന്നു അന്നാണ്. അതുപോലെ 4 ചെല്ലോ, അല്ല 4 വിയോളോ, ഒരു ചെല്ലോ, ഡബിൾ ബേസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതായിരുന്നു. അങ്ങനെ വയലിൻസിന് വായിച്ചുകൊണ്ട് ഫസ്റ്റ് റോ വായിച്ചു, സെക്കൻഡ് റോ വായിച്ചു, തേർഡ് റോയിൽ വായിക്കുമ്പോൾ ഈ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല, അടുത്ത ആളെ കൊണ്ട് വായിപ്പിച്ചു. അതിൽ എന്നൊക്കെ ശബ്ദം കേൾക്കുന്നു, അടുത്ത ആളെ കൊണ്ട് വായിപ്പിച്ചു. അങ്ങനെ ഒരു 5-6 പേരുണ്ട് ബാക്കിലിരിക്കുന്നത്. ഇതൊന്നും ശബ്ദമല്ല. അപ്പോൾ ഞാൻ ഇൻചാർജ് ഒരു കക്ഷിയുണ്ട്, എന്നുവെച്ചാൽ അവർ ബോയും കറക്റ്റാവും. ഇപ്പോൾ അപ്പ് ബോ, ഡൗൺ ബോ, അങ്ങനെ അതെന്താണ് മിഡിൽ ബോ, അങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് പോകും. പക്ഷേ ശബ്ദമില്ല, വിരലിങ്ങനെയൊക്കെ വെറുതെ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മളൊരു വയലിനിസ്റ്റിനെ, പ്രത്യേകിച്ചൊരു വയലിനിസ്റ്റ് ആണോ അല്ലെ, നമുക്ക് അയാൾ ഇത് വയലിൻ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ബോ പിടിക്കുന്നതും അതിൻ്റെ ഹോൾഡിങ് കറക്റ്റ് അല്ലെങ്കിൽ അവൻ വയലിനിസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവരെ പുറത്താക്കേണ്ടി വന്നു. ഞാൻ പിന്നെ ഇൻചാർജിനോട് വിളിച്ചു. അപ്പോൾ അവർ തമ്മിൽ ഇൻചാർജും ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെയൊക്കെ എന്തൊക്കെയാണത് എണ്ണം തയ്ച്ചതാ. 24 എണ്ണം വേണമെന്ന് സാറ് അതെ തയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെ പിന്നെ അവരെ ബാക്കിലിരിക്കുന്ന ആളുകളൊക്കെ അവരെ പറഞ്ഞിട്ട് പിന്നെ വേറെ ആളുകളെ വിളിച്ച് വർക്ക് നടത്തി. അതിൽ പിന്നെ ചിത്രം പാടാൻ വന്നത് അച്ഛനായിട്ടാണ് പാടാൻ വന്നത്. രാത്രി വൈകിട്ട് എനിക്കൊന്ന് 7-8 മണിയൊക്കെ ഉണ്ടാകും സ്റ്റുഡിയോയിൽ പാടാൻ വേണ്ടി വന്നു. അപ്പോൾ ചിത്രം ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ചിത്രയുടെ അച്ഛന് ഇവിടെ ക്യാൻസർ വന്നിട്ട് ഇവിടെ വല്ലാത്തൊരു മുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാത്ത അവസ്ഥയിലായിരുന്നു, സുഖമില്ലാതെയായിരുന്നു അന്ന്. അപ്പം അതിൻ്റെ ഒരു സങ്കടം കൊണ്ടൊക്കെയാണ് ചിത്ര പാട്ട് രാരി രാരി എന്നുള്ള പാട്ട് പാടിയത്. അതെ 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 അതെ. അതുപോലെ വേണു സങ്കടമാണല്ലോ. ഏതോ അല്ല, ആൾക്കും സങ്കടമാണ്. അതെ 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 അതെ. അതുപോലെ വേണു മനോഹരമായി പാടി. അതിൽ കുറെ ആളുകളുടെ പുതിയ സിനിമ എന്നുള്ള വേണുഗോപാലിന്റെ ആദ്യ സിനിമ, സാറിന്റെ ആദ്യ സിനിമ, കുറെ ആദ്യം ഉണ്ട്, ഗീതു മോഹൻദാസിന്റെ ആദ്യത്തെ സിനിമ, അങ്ങനെ കുറെ എല്ലാം പുതിയ ആളുകളായിരുന്നു അതിൽ. പക്ഷെ അത് അങ്ങനെ വെറൈറ്റി ഉണ്ടാവുന്നത് നല്ലതല്ലേ? അതെ, വെറൈറ്റി ഉണ്ടാവുന്നത് നല്ലതാണ്. ഹിന്ദുസ്ഥാനി എങ്ങനെയാ ഇപ്പൊ ബാബുരാജിന് ശേഷം? ഹിന്ദുസ്ഥാനി ഞാൻ ഒരു പക്ക ഹിന്ദുസ്ഥാനി ഞാൻ 2-3 പടത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ആണ് വിചാരിക്കേണ്ടത്. ഞാൻ എൻ്റെ സിനിമയിൽ ഇത്തരം പാട്ടാണ് വേണ്ടത്. അത് 1-2 ആളുകളോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. Chapter 4. A chapter with endless stories.